സീറോ മലബാർ സഭയുടെ ചരിത്രത്തെയും ആരാധനക്രമത്തെയും സംബന്ധിച്ച് ആധികാരികമായി പറയാൻ ശേഷിയുള്ള ഏതാനും വൈദികർ ഇപ്പോഴും ഈ സമൂഹത്തിലുണ്ട് എന്നത് ഈ സഭയുടെ വലിയൊരു ഭാഗ്യമാണ്. 1986 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കോട്ടയത്ത് വന്ന് പുതിയ കുർബാനക്രമത്തിൽ ഇവിടെ ആദ്യമായി കുർബാന അവതരിപ്പിച്ചത്. ആ കുർബാനക്രമം, ആ തക്സ തയ്യാറാക്കിയത് ഡോക്ടർ തോമസ് മണ്ണുരാമ്പറമ്പിൽ എന്ന വൈദികനായിരുന്നു. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയും മാർപ്പാപ്പമാരാകുന്നതിന് മുൻപ് റോമിൽ അവരോടൊപ്പം വളരെ അടുത്ത് കഴിഞ്ഞിരുന്ന ഫാദർ തോമസ് മണ്ണുരാമ്പറമ്പ് 1 നൂറ്റാണ്ടോളം ഈ സഭയുടെ ആരാധനക്രമത്തെപ്പറ്റി പഠിക്കാനും എഴുതാനും സമയം ചെലവഴിച്ച അദ്ദേഹത്തിൻ്റെ സഭയുടെ കുർബാനക്രമത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം അന്വേഷിച്ചുള്ള പുസ്തകത്തിൻ്റെ പ്രകാശനത്തിനിടെ അദ്ദേഹം സംസാരിച്ച ഏതാനും കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. സഭയിലെ ഒരു മോൺസിഞ്ഞോറാണ്, സ്ഥിരമായിട്ടുള്ള ഒരു മോൺസിഞ്ഞോറാണ് മണ്ണുരാമ്പറമ്പിലച്ചൻ. 45 വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിറ്ററേച്ചറിലേക്ക് വരുമ്പം നമ്മുടെ സഭയെ എങ്ങനെയാണ് നിർവചിച്ചിരിക്കുന്നത്? ചർച്ച് ഈസ് എ അഡോറിങ് കമ്മ്യൂണിറ്റി. സോ ആരാധനക്രമ സമൂഹമാണ് സഭ. സഭയെ ദൈവം നിശ്ചയിച്ചത് അവിടുത്തെ ആരാധിക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആരാധനയാണ് സഭയുടെ മർമ്മം. അതിൻ്റെ ഉള്ളടക്കം എന്താണ്? വിശ്വാസത്തിൻ്റെ ഉള്ളടക്കമാണ് ലിറ്റർജിയുടെ ഉള്ളടക്കം, മറ്റൊന്നുമല്ല. അതുകൊണ്ട് നാമായിത്തീരുന്നത് നമ്മുടെ ആരാധനാ രീതിയിലാണ്. ഇനി ആരാധന ക്രമം എന്ന് പറഞ്ഞ് ചെയ്യുന്ന വിധമാണ്. വിശ്വാസം എങ്ങനെ പ്രകടിപ്പിക്കും? അപ്പോൾ ലിറ്റർജി പറയും, ലിറ്റർജി ഈസ് ദ കോംപ്ലക്സസ് ഓഫ് സൈൻസ് ആൻഡ് സിംബൽസ്. അടയാളങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയുമാണ് നമ്മൾ ആരാധിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പലരും മറന്നുപോകുക. നമ്മൾ ആരാധിക്കുന്നത് അങ്ങനെ അടയാളങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയുമാണ്. അടയാളങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റൊന്നിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. ഓരോ വാക്കും അതിൻ്റെ പിറകിൽ ഒരു സത്യമുണ്ട്. ആ സത്യം പ്രകടമാക്കുവാൻ നമുക്കുള്ള മാനുഷികമായ മാർഗം അടയാളങ്ങളാണ്. അങ്ങനെ ആരാധനക്രമത്തിൽ വാക്കുകൾ, പ്രവൃത്തികൾ, മറ്റാംഗ്യങ്ങൾ ഇതെല്ലാം ആരാധനക്രമത്തിൻ്റെ മാധ്യമങ്ങളാണ്. ഇതെല്ലാം വിശ്വാസ സത്യത്തെ പ്രകടമാക്കാനുള്ള മാധ്യമങ്ങളാണ്. വാക്കുകൾക്കും പ്രവൃത്തികൾക്കും വലിയ സ്ഥാനമുണ്ട്. അതുകൊണ്ടാണ് സഭ ഐകണ്ഠ്യേന എപ്പോഴും പഠിപ്പിക്കുന്നത് ലിറ്റർജിയിൽ കൂട്ടാനും കുറയ്ക്കാനും മാറ്റാനും അധികാരമില്ല, ആർക്കുമില്ല. അച്ഛനില്ല, മെത്രാനില്ല, മെത്രാപ്പൊലീത്തായിക്കില്ല, കർദിനാളിലില്ല. അവരുടെ അധികാരത്തിൽപ്പെട്ടത് മാറ്റാൻ സാധിക്കുമെങ്കിൽ സിനഡ് വേണം, മാർപ്പാപ്പ വേണം. അതുകൊണ്ട് തോന്നിവാസം കാണിച്ചു വെച്ചിട്ട് ഇതാണ് സമാധാനം, സമാധാനമാകുകയില്ല. സമാധാനം സത്യത്തിൽ അടിസ്ഥാനമാണ്. സത്യം ദൈവമാണ്. അതുകൊണ്ടാണ് സഭയിൽ ഇങ്ങനെ, അതായത് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അത് മാറ്റം വരുത്തേണ്ട രീതിയിൽ വരുത്തണം എന്ന് പറഞ്ഞാൽ അത് മാറ്റേണ്ട പരമാധികാരി മാർപ്പാപ്പയാണ്. ഇങ്ങനെയുള്ള ലിറ്റർജി വിഷയത്തിൽ പൂർണ്ണ അധികാരം മാർപ്പാപ്പായുടേതാണ്. സിനഡിന് പോലും ലിറ്റർജിയുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം എടുക്കണമെങ്കിൽ മാർപ്പാപ്പയുടെ അംഗീകാരം വേണം. പോയി മേടിച്ചുകൊണ്ട് വരണം. തീരുമാനം എടുത്താൽ പോരാ, വേണം. ഈ കാര്യങ്ങൾ സൗകര്യപൂർവ്വം അറിയാത്തത് കൊണ്ടോ അറിഞ്ഞത് കൊണ്ടോ എനിക്കറിഞ്ഞുകൂടാ. സമാധാനമാണ് വേണ്ടത്,
ആ സമാധാനം ദൈവത്തിൻ്റെ കൃപയാണ്. പക്ഷേ സമാധാനം വരേണ്ടത് ദൈവത്തിൻ്റെ മാർഗത്തിലൂടെയുമാണ്, മാനുഷിക മാർഗത്തിലൂടെ അല്ല. അതുകൊണ്ട് വേണ്ടത് സഭയിൽ ഏതൊരു സമൂഹത്തിനും പ്രധാനപ്പെട്ട കാര്യം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അധികാരത്തെ അനുസരിക്കുക എന്നുള്ളതാണ്. സഭയെ സംബന്ധിച്ചിടത്തോളം ഈ അനുസരണം എന്ന് പറഞ്ഞാൽ പീറ്ററാണ് 1934 മുതൽ ഇന്ന് വരെ ഒരേ കാര്യങ്ങൾ ഒരുപോലെയാണ് പറഞ്ഞിരിക്കുന്നത്. സഭയിൽ അസമാധാനം ഉണ്ടാക്കുന്ന ദൈവം അറിയാതെയല്ല, അതിൽ നിന്ന് നന്മ കൊയ്യാൻ ദൈവത്തിന് അറിയാം. ലിറ്റർജി എന്താണെന്നോ, എവിടെ തുടങ്ങിയെന്നോ, എവിടെ നിൽക്കുന്നുവെന്നോ, എന്നെ പുരോഗമിച്ചെന്നോ, ഏത് ക്രൈസ്റ്റിലൂടെ പോയെന്നോ തിരിച്ചറിയണം. അതുകൊണ്ട് ഞാൻ റോമിൽ 7 വർഷം ലിറ്റർജി തന്നെ പഠിച്ചു. വത്തിക്കാൻ്റെ ലൈബ്രറിയിൽ ആർക്കും കയറാൻ പറ്റുകയില്ല. അത് ഒരു കർദിനാളിൻ്റെ അനുവാദം വേണം. ഞാൻ ആ അനുവാദം മേടിച്ചകത്ത് കയറിയിട്ട് ഈ വർഷങ്ങളിലെല്ലാം തപ്പി സീറോ മലബാറുകളുടെ ലിറ്ററേച്ചറെ പറ്റി എന്തുണ്ട് അവിടെയെന്ന്. അങ്ങനെ കിട്ടിയ രേഖകളാണ് ജീവിതത്തിനകത്തുള്ളത്. ഇതിനകത്ത് അപ്പസ്തോലൻ കാലം മുതലുള്ള നമ്മുടെ സഭയുടെ ലിറ്ററേച്ചറിയുടെ ചരിത്രമാണ് കുറിച്ച് വെച്ചിരിക്കുന്നത്. അതിനകത്ത് ഞാൻ എൻ്റെ അഭിപ്രായം പോലും കലർത്തിയിട്ടില്ല, വസ്തുതകളെ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. സമാധാനം ദൈവത്തിനെ തരാൻ പറ്റൂ. ദൈവത്തിൻ്റെ പേരിൽ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു, ഒരു ക്രൈസിസ് ഇതുവരെ നന്മയാണ്, വേറൊന്നും കൊണ്ടല്ല. ഇതിൽ താല്പര്യം ജനിക്കാനും മനുഷ്യ ലിറ്റററി എന്നൊരു വസ്തുത ഉണ്ടെന്നും അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണമെന്നും അത് നമ്മൾ ജീവിക്കണമെന്നും നമുക്കതിനൊരു ബോധ്യം കിട്ടാൻ ഒരു പക്ഷേ ദൈവം ഉപയോഗിച്ച ഒരു മാർഗമെന്ന് കരുതിയാൽ മതി. ഇനി നമ്മളത് ജീവിതത്തിൽ പകർത്തുകയും അറിയാൻ പാടില്ലാതൊക്കെ പറഞ്ഞു കൊടുക്കുകയും അറിയാൻ പാടില്ലത് പറയുമ്പോൾ കല്ലെടുത്തെറിയുകയാണെങ്കിൽ അത് തിരിച്ചറിയാൻ അത് മേടിക്കാനും തയ്യാറായാൽ സഹനത്തിലൂടെയും ഉപദേശത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും നമ്മുടെ സഭയെ സഹായിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ താഴോട്ട് പോകും. പല സഭകളും അങ്ങനെയാണ് നശിച്ചിട്ടുള്ളത്. മിഡിൽ ഈസ്റ്റ് മുഴുവൻ ക്രിസ്ത്യാനികളായിരുന്നു. എവിടെ പോയി? ഇന്ന് അറിയപ്പെടുന്ന മുസ്ലിം രാജ്യങ്ങളെല്ലാം ക്രിസ്ത്യൻ രാജ്യങ്ങളായിരുന്നു. അതെ, പൗരസ്ത്യ ക്രിസ്ത്യാനികളായിരുന്നു. ഇപ്പോൾ ടർക്കി എന്ന് പറയുന്ന റോമാ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം നിന്നിരുന്നതാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. ഹഗിയ സോഫിയ പേട്രിയാർക്കിൻ്റെ ബസിലിക്കയായിരുന്നു. ആ ചരിത്രം അത് നോക്കുമ്പോൾ നാം മറന്നു പോകരുത്. അതിൽ സംഭവിച്ച എന്താണ്? ക്രിസ്ത്യൻ രാജാക്കന്മാർ തമ്മിൽ മല്ലടിച്ചു. വഴിയായി മുസ്ലിം രണ്ടുപേരെയും കീഴടക്കി. ഇതാണ് അസമാധാനത്തിലൂടെയാണ് സംഭവിച്ചത്. ആടം പഠിക്കാത്തത് കൊണ്ടാണ്. അങ്ങനെ ചില ബുദ്ധിമുട്ടുകൾ, പലപ്പോഴും ആശങ്കകൾ, വേദനകൾ ഉണ്ട്. അതൊന്നും ഉണ്ടാകാതെ നമ്മുടെ സഭ മുന്നോട്ട് പോകും. ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം. എപ്പോഴും സത്യത്തിൽ അധിഷ്ഠിതമാണ് സമാധാനം. സത്യം ദൈവമാണ്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം, തുടർന്ന് പഠിക്കാം, നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാം. വിശ്വാസമാണ് വലിയത്. ലിറ്റർജിയിൽ വിശ്വാസത്തിൻ്റെ ആചരണമാണ്. അതിൻ്റെ കണ്ടൻറ്റ് ദൈവിക വെളിപാടുകളാണ്, പ്രബോധനങ്ങളാണ്. നമുക്ക് ഒത്തൊരുമിച്ച് സഭയുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യാം. ദൈവത്തിൻ്റെ അനുഗ്രഹം സമർത്ഥമായി നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും നിങ്ങളെല്ലാം ഐകമത്യത്തോടുകൂടി നമ്മുടെ സഭയിൽ സമാധാനം ദൈവത്തിൻ്റെ മാർഗങ്ങളിലൂടെ സമാധാനം, അതാണ് നമുക്ക് ആവശ്യം. മാനസാന്തരം വേണം, ദൈവത്തിൻ്റെ മാർഗത്തിലേക്ക് വഴിതിരിക്കണം.